കാറ്റത്തെ കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിതീഷിൻ്റെ അടുത്ത് പറയുക, എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി നികേഷിൻ്റെ അടുത്ത് നമുക്ക് എന്തായാലും ഒരു കാര്യം കാണിച്ചു കൊടുക്കുകയും ചെയ്യാം എന്ന് പറയുന്നുണ്ട്. എന്താ എനിക്ക് മനസ്സിലായില്ല. അത് നീതുവിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നീതുവിനെ നമുക്ക് ഇവിടെ ഒരു ദിവസം വിളിച്ചുകൊണ്ട് വരണം. വിളിച്ചിട്ട് വന്നിട്ട് സർപ്രൈസ് കൊടുക്കണം. അത് ബർത്ത്ഡേ ദിവസം തന്നെ ആയിക്കോട്ടെ, എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചില്ലേ അതുപോലെ എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ഹരീഷിൻ്റെ ബർത്ത്ഡേ എന്നാണെന്ന് നമുക്കറിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അതെന്നാന്ന് സുഭാഷിൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സുഭാഷ് പറയുക, അത് ജനുവരിയിലാണ്, നമുക്കത് നടത്താം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും പറയും, ഇനിയും ദിവസം ഉണ്ടല്ലോ, എന്തായാലും നമുക്ക് നീതുവിനെ അവർ പിണങ്ങിയിരിക്കുകയല്ലേ, അവർ പിണക്കം നമുക്ക് മാറ്റണം. ഇന്ന് വർക്ക്ഷോപ്പിൽ പോയിട്ട് ഒരു ദിവസം അവർ നമ്മൾ സംസാരിച്ചിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അത് നമുക്ക് ആ പിണക്കം ഇവിടെ വെച്ച് തന്നെ മാറ്റണം. എന്തായാലും ആ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോഴത്തേക്ക് സുധീഷ് പറയുമോ, ഇത് നമ്മളെ കാര്യത്തിനൊന്നും നടക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് സുധീഷിൻ്റെ അടുത്ത് പറയുക, ഒരു ഫോൺ വരുന്നത്. അത് പോലീസായിരുന്നു കല്യാണം നടത്തി. അങ്ങനെ ഒരു സംശയം തോന്നി നേരെ സ്റ്റേഷനിലേക്ക് പോവുകയാണ് നിധി പോവുകയും അങ്ങനെ ആ പോലീസുകാരൻ്റെ നമ്പർ വാങ്ങിച്ച് കോൺസ്റ്റബിളിൻ്റെ നമ്പർ വാങ്ങുകയും ചെയ്യുന്നുണ്ട്. വാങ്ങിച്ചിട്ട് പറയുക, എന്താ എനിക്ക് ഡൈവേഴ്സിന് വേണ്ടി ഞാൻ കൊടുത്തായിരുന്നു, ഇപ്പം പിന്നെ അതിൻ്റെ ഒരു ബ്ലോക്ക് വന്നെന്ന് പറഞ്ഞ് ഒരു നോട്ടീസ് വന്നായിരുന്നു, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കല്യാണം നമ്മളാണല്ലോ നടത്തിവിട്ടത്, അതിനെല്ലാം മുൻതൂക്കമായിട്ട് നിന്നത് സുധീഷ് തന്നെയാണ്. സുധീഷ് തന്നെ ഒരു ഓപ്ഷൻ വെച്ച് കല്യാണം എന്ന് പറഞ്ഞത് പറയുകയും ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് ഞെട്ടി നിൽക്കുകയായിരുന്നു നിധി പറയുക, അതിന് ഞങ്ങളിൽ ആധാർ കാർഡൊന്നും ഇല്ലായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാണ് നിയമപരമായിട്ട് ഇത് അംഗീകാരമാകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് എല്ലാം സുധീഷ് തന്നെയാണ് തന്നത്, അതുകൊണ്ട് തന്നെയാണ് ഈ മാരേജായിട്ട് നേരെ ആയതും ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് നിധി പറയുക, എന്തായാലും ഇത്രത്തോളം ഇങ്ങനെയായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇത്രയും ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ടും ഈ ഒരു കാര്യം മാത്രം എൻ്റെ അടുത്ത് പറഞ്ഞില്ല, അപ്പോൾ എന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം വരികയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് നേരെ ഓഫീസിൽ നിന്ന് നിധി പോകുന്നുണ്ട്. ഈ ഫോൺ വിളിച്ച് ചോദിച്ചിട്ട്, അങ്ങനെയാണെങ്കിൽ ചോദിച്ചിട്ട് പോയപ്പോഴത്തേക്കും പറയുക, എന്തായാലും എന്താ നിധി ഇന്ന് എന്നെ കാണുമെന്ന് പറഞ്ഞ് ഫോണും വിളിച്ചായിരുന്നല്ലോ, എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ എന്ന് പറഞ്ഞ് ഒരു അടി കൊടുക്കുന്നുണ്ട് അലവിൽ. അത് കേട്ട് ഞെട്ടി ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് പറയുക, എന്താ നിധി നീ എന്നെ അടിച്ചത്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതോ എന്നെ വഞ്ചിക്കുകയായിരുന്നില്ലേ, എൻ്റെ കല്യാണം എന്ന് പറഞ്ഞ് പറ്റിച്ചതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നിയമപരമായിട്ട് എല്ലാം കുടുക്കിലാക്കിയത് നിങ്ങളാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇത് അറിഞ്ഞത് മുതൽ എനിക്കാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷേ നിങ്ങളെ പോലെ നീക്കം എനിക്ക് പിന്നെയാണ് മനസ്സിലായത് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ എന്തായാലും ആ പോലീസുകാരനെ വിളിച്ചായിരുന്നു. വിളിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം എനിക്ക് അറിയാൻ സാധിച്ചത്. പിന്നെ ഞാൻ പോയി കാണുകയും ചെയ്തായിരുന്നു എനിക്ക് വിശ്വാസത്തിന് വേണ്ടി. എന്നാലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു, എന്നെ ഇത്രത്തോളം ചതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നും പറയുന്നുണ്ട്. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാൻ നിങ്ങളെക്കുറിച്ച് കരുതിയിരുന്നത്. എന്നെ രക്ഷിച്ചത് ഒരാളെന്ന നിലയിൽ എനിക്കൊരു സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതുപോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിന് കാരണം നിങ്ങൾ മാത്രമാണ്. ഞാൻ എന്ത് ചെയ്തിട്ടും എന്നെയാണെങ്കിലും മനസ്സിലാക്കാത്ത എൻ്റെ വീട്ടുകാർ പോലും ഇത്രത്തോളം നിങ്ങൾ ചെയ്തതിന് അത്ര ആയില്ല എന്ന് എനിക്കിപ്പം തോന്നുന്നത് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും ദേഷ്യവും സങ്കടവും എല്ലാം വന്ന് സുധീഷ് ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങളിങ്ങനെ നിന്നതിനെ നോക്കിയൊന്നും വേണ്ട, എന്തായാലും നിങ്ങൾ എന്തൊരു ഉദ്ദേശത്തോടെയാണ് എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിച്ചത് എനിക്കിപ്പോൾ അറിയണമെന്ന് പറയുക. അങ്ങനെ സുധീഷ് പറയുക, അത് ആദ്യം കണ്ട നിമിഷം മുതൽ തന്നെയാണ് എനിക്ക് നിധിയെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ പെണ്ണാണെന്ന് എനിക്ക് മനസ്സിലാക്കി തോന്നി മനസ്സിൽ. അതുകൊണ്ട് മാത്രമാണ് ഞാനാണെങ്കിൽ ഇത്രത്തോളം എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറിയത് കൊണ്ടും ഞാൻ എൻ്റെ പെണ്ണാന്ന് കരുതി പോയത് അതുകൊണ്ട് എൻ്റെ അടുത്ത് ക്ഷമിക്കണമെന്ന് പറയുന്നുണ്ട്. ഇത് ഞാൻ പല പ്രാവശ്യം തുറന്ന് പറയാൻ വേണ്ടി വന്നതാണ്, പക്ഷേ അതെനിക്ക് സാധിച്ചില്ല. ഇനി എന്തായാലും ഇത് വേറെ ഒന്നും കൊണ്ട് വിഷമിക്കരുത് നിധി ഇനി ഇതെല്ലാം അറിഞ്ഞ് ഒരു നിമിഷം എനിക്ക് ആവുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ഇത്രയും പെട്ടെന്നാവുമെന്ന് അറിഞ്ഞില്ലല്ലേ. എനിക്ക് നിങ്ങളെ ഓരോ നീക്കവും എനിക്ക് മനസ്സിലായി. ഈ ഡൈവേഴ്സ് എന്തുകൊണ്ടാണ് ബ്ലോക്കായി കിടന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായതാണ്. ഏത് വഴി കൂടെ അന്വേഷിച്ചാൽ നിങ്ങളെ ഇത് കണ്ടെത്താമെന്നും അത് ഞാൻ ഇപ്പോൾ കണ്ടെത്തി. എന്തായാലും ഇത് ഞാൻ വീട്ടിൽ എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട്.